നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? അപ്പൊ ഈ ഒരു ഡെമോ ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വർത്ത് ആണ്. പൈസ നഷ്ടപ്പെടില്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്കൊരു പ്രോ എഡിറ്റർ ആവാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ഡെമോ ക്ലാസ്സാണ്. ഈ ഡെമോ ക്ലാസ്സിൽ ക്ലാസ് മാത്രമല്ല, നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെ പോകുന്നു, നമ്മുടെ സൈറ്റുകൾ എങ്ങനെ ഉപയോഗിക്കാം, മറ്റു പ്ലാനുകൾ എന്തൊക്കെയാണ്, അതേപോലെ ഫീസ് ഡീറ്റെയിൽസ് എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ അത് ഡിസ്കസ് ചെയ്യും കേട്ടോ. അതേപോലെ നമ്മുടെ മറ്റു കോൺടാക്റ്റുകളും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഇതിൻ്റെ അത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ ഈ ഡെമോ ക്ലാസ് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ജോയിൻ ചെയ്യണോ വേണ്ടെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഓക്കെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക്പൂൾ VFX സ്റ്റുഡിയോ. Create your dream film with us, Darkpool VFX Studio. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പഠിക്കേണ്ടത് നോക്കാം അല്ലേ. സാധാരണഗതിയിൽ വാട്സപ്പിൽ ക്ലാസ്സുകൾ കുറേ എണ്ണം അയച്ചുതരും, അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് നിന്ന് ഷെയർ ചെയ്തിരും. അങ്ങനെയൊന്നുമല്ല നമ്മൾ കൊടുക്കുന്നുണ്ടോ. കറക്റ്റ് ഓർഡറായിട്ട് മാക്സിമം സിമ്പിളായിട്ട് അറേഞ്ച്ഡ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി വെബ്സൈറ്റ് എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഞാൻ അയച്ചു തന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡെമോ ക്ലാസ്സിലേക്കാണ് എത്തുക അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ ഹോം എന്ന് കാണാൻ പറ്റും. മേലെ ഈ ഹോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ വെബ്സൈറ്റിൻ്റെ അകത്തേക്ക് എത്തും. ഇതിൻ്റെ നിങ്ങൾക്ക് ഓൺലൈൻ വെബ്സൈറ്റ് ക്ലാസ് എന്ന് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് ക്ലാസ്സിലാണോ നിങ്ങൾ ജോയിൻ ചെയ്ത് അതിൻ്റെ അകത്ത് കയറിയാൽ അത് കാണാൻ പറ്റും. നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എറർ ആയിരിക്കും ക്ലിക്ക് ചെയ്തുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് ഫുൾ ക്ലാസ് EMI ക്ലാസ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഒന്ന് എങ്ങനെയാണ്, ഫുള്ളായിട്ട് ഒരുമിച്ച് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാം. രണ്ടാമത്തെ സെക്ഷൻ എങ്ങനെയാണ്, EMI ആയിട്ട് 3 തവണകളായിട്ട് അടച്ച് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫുൾ ക്ലാസ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് കേട്ടോ. ഫുൾ ക്ലാസ്സിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. എങ്ങനെയാണ് സൈറ്റ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ക്ലാസ് പഠിക്കേണ്ടത് എന്നുള്ളത്. ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ തൊട്ട് താഴെ ജനറൽ ടിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടിപ്സും കാര്യങ്ങളും, അതായത് ഡാവിഞ്ചിയായിട്ട് ബന്ധപ്പെട്ടല്ല, എഡിറ്റിങ്ങുമായിട്ട് മൊത്തം എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ജനറലായിട്ട് കിട്ടേണ്ട കുറച്ച് നോളജുകൾ, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് ഫോണിലേക്ക് നിങ്ങളുടെ വീഡിയോസൊക്കെ കോപ്പി ചെയ്യണം. ഫോണിൽ നിന്നാണ് കോപ്പി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആപ്പ് ഉപയോഗിച്ച് കോപ്പി ചെയ്യും. അത് വയർഡ് ആയിട്ടും വയർലെസ് ആയിട്ടും കോപ്പി ചെയ്യും. അപ്പോൾ അതൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനത്തെ ടിപ്പുകളൊക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. വയർലെസ് ആയിട്ട് ഫ്രീ ആയിട്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്പീഡിൽ, അതൊക്കെയാണ് അങ്ങനത്തെ സെക്ഷനിൽ വരുന്നത്. അതുപോട്ടെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. ഇവിടെ എഡിറ്റിംഗ് ബേസിക് എന്ന് കണ്ടോ, ഇതിൻ്റെ അകത്താണ് നമ്മൾ കയറേണ്ടത്. ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ബേസിക് എഡിറ്റിംഗ് ആണ് ആദ്യം തുടങ്ങുന്നത്. നമ്മൾ ആദ്യം തന്നെ ഓൺ ആകുന്ന പ്രോജക്റ്റ് ലൈബ്രറി അല്ലെങ്കിൽ ഹോം സെക്ഷൻ, അതിൻ്റെ അകത്താണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീഡിയ ആൻഡ് കട്ട് പേജ് ഉണ്ട്. അതും കഴിഞ്ഞ് എഡിറ്റിംഗ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ആക്ച്വലി എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എഡിറ്റിംഗ് പഠിക്കുന്നത് ഇവിടെ നിന്നാണ്. എവിടെയാണ്, ബേസിക് എഡിറ്റിംഗ്സിൽ, എഡിറ്റിങ്ങിൽ, എഡിറ്റ് പേജിൽ കേട്ടോ. നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കുന്ന ബട്ടണിലാണ് നമ്മളിപ്പം വന്നേക്കുന്നത്, ആ പേജിലാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം 20ഓളം ക്ലാസ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ക്ലാസ്സുകൾ ആഡ് ചെയ്യും. അപ്പോൾ ഇത് ഈ ക്ലാസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തൊട്ടിപ്പുറത്തുണ്ടാവും. അതായത് ഇവിടെ വരുന്ന ബേസിക് ആണ് കേട്ടോ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇവിടെ വരുന്നത്. ഇത് പഠിച്ചു കഴിയുന്നതോടുകൂടി നിങ്ങൾ നല്ലൊരു എഡിറ്ററായിട്ട് മാറും. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കണ്ടന്റ്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് മീഡിയ പൂൾ ആണെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്യാം, അങ്ങനെ തുടങ്ങിയിട്ട് 15-20 മിനിറ്റോളം വരുന്ന ക്ലാസ് ആയിരിക്കും ഓരോന്നുണ്ടാവും. കൂടിപ്പോയാൽ 30 മിനിറ്റ് അല്ലെങ്കിൽ 35 മിനിറ്റ്, അത് വേരിയൻ്റ് ആയിട്ട് മാറും കേട്ടോ. അത് ഓരോ ടോപ്പിക്കിനനുസരിച്ച് മാറും. അങ്ങനെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സുകളാണ് ഓരോ ക്ലാസ്സുകളും. അപ്പോൾ നിങ്ങൾക്ക് വൺസ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് നോക്കേ വേണ്ട, അത്രയും സിമ്പിളായിട്ടായിരിക്കും ഉണ്ടാവുക. അത് ഏതൊക്കെയാണെന്നുള്ള മേലെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 10 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഇൻട്രൊഡക്ഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഡെക്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് താഴേക്ക് പഠിക്കാം. അങ്ങനെ ആഡ് ചെയ്ത് പോകട്ടോ ഇവിടേക്ക്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ റിലേറ്റഡ് വീഡിയോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്തിട്ടും ഉണ്ടാവും കേട്ടോ. ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് വീഡിയോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിന് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ അതും ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സപ്പോർട്ടിങ് വീഡിയോസും ഫയൽസും ഒക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇനി തൊട്ടിപ്പുറത്ത് ഫാസ്റ്റ് ട്രാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫാസ്റ്റ് ട്രാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ ഈ 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ 1-2 മിനിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് ആ വീഡിയോസ് ഒന്ന് മീഡിയ പൂളിലേക്ക് ആഡ് ചെയ്താൽ മതി എന്ന് മാത്രമാണെങ്കിൽ ഈ ഒരു ക്ലാസ് കണ്ടാൽ മതി. അപ്പോൾ എന്താണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എക്സ്പ്ലെയിൻ, അതിൻ്റെ ഓരോന്നിൻ്റെ കാരണങ്ങൾ എന്താണ്, അങ്ങനെ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ആദ്യം എഡിറ്റ് വീഡിയോസ് കാണുക കേട്ടോ. എന്നിട്ട് മാത്രം ഫാസ്റ്റ് ട്രാക്കിലേക്ക് വരിക. ഫാസ്റ്റ് ട്രാക്ക് വേണം നിർബന്ധമല്ല, എന്നാലും പെട്ടെന്നൊന്ന് നോക്കണമെങ്കിൽ എന്ത് ചെയ്യാം, അത് മാത്രം നോക്കാം. ഇത് തൊട്ട് അഡ്വാൻസ് വീഡിയോ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അഡ്വാൻസ് വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, മാജിക് മാസ്ക് പഠിച്ചു. കളർ പേജിലുണ്ട്, ഫ്യൂഷൻ പേജിലുണ്ട് അല്ലേ മാജിക് മാസ്ക്. ഈ മാജിക് മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് അഡ്വാൻസ് വീഡിയോയിൽ. അതിൻ്റെ ബേസിക് എന്താണ്, നമുക്ക് നമ്മളെ സെലക്ട് ചെയ്തുകൊണ്ട്, സബ്ജക്റ്റിനെ സെലക്ട് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. അതാണ് മാജിക് മാസ്കിൻ്റെ ബേസിക്. ഇനി അതിൻ്റെ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിന് പകരം ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് മാത്രം കളർ ഗ്രേഡ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് വേറെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളാണ് സബ്ജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് ബിഹൈൻഡ് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. നമ്മുടെ ബാക്കിൽ ടെക്സ്റ്റ്, അതിൻ്റെ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് അതിൻ്റെ അകത്ത് വരും. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാനാണ് അഡ്വാൻസ് എഡിറ്റിംഗ് വരുന്നത്. അപ്പോൾ അഡ്വാൻസ് എഡിറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ ബേസിക്കിൻ്റെ അഡ്വാൻസ് വീഡിയോസ് പഠിക്കാം. ഓക്കെ, ഇനി താഴെയായിട്ട് നമുക്ക് എഡിറ്റിംഗ് ക്ലാസ്സിൻ്റെ അപ്പുറം ഫ്യൂഷൻ ഉണ്ട്. ഫ്യൂഷനിൽ തന്നെ നമുക്ക് ബേസിക് എഡിറ്റിങ്ങിൻ്റെ ഫ്യൂഷൻ ഉണ്ട്, ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഫ്യൂഷൻ ഉണ്ട്,
അഡ്വാൻസ് വീഡിയോൻ്റെ ഫ്യൂഷൻ ഉണ്ട്, അതേപോലെ കളർ പേജും ഉണ്ട് കേട്ടോ. ഫാസ്റ്റ് ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഫ്യൂഷൻ ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഫ്യൂഷനാണ്. അഡ്വാൻസ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതാണ്. ഇനി ഇത് മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ കൂടെ യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കൂടെ വരുന്നുണ്ട്. നമ്മൾ യൂട്യൂബിൽ ഇട്ടേക്കുന്ന വീഡിയോസൊക്കെ ഇതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ യൂട്യൂബിലേക്ക് കയറി കഴിഞ്ഞാൽ കണ്ടാം ഇവിടെ എഡിറ്റിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എഡിറ്റിങ്ങുമായിട്ട് അഡ്വാൻസ് ആയിട്ട് യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ ചെയ്തൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ടിപ്പുകൾ മാത്രം പറയുന്ന വീഡിയോസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ടൈറ്റിൽ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ അത് മാത്രമായിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്യൂഷൻ VFX എന്ന് പറഞ്ഞാൽ അത് മാത്രമായിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങി എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എങ്ങനെയാണ് യൂട്യൂബിൽ ചെയ്തതും പഠിക്കാൻ പറ്റും കേട്ടോ. ഓർഡറായിട്ട് കണ്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. ഇനി നമുക്ക് ഫീസിൻ്റെ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ. ഈ ഡാർക്ക് വോൾഫ് VFX സ്റ്റുഡിയോ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹോമിലേക്ക് എത്തും. വീണ്ടും ഈ ഹോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഫീസ് ഡീറ്റെയിൽസിൻ്റെ ഡെമോ ക്ലാസ്സസ് കാണാൻ പറ്റും. ഈ ഡെമോ ക്ലാസ്സസിൻ്റെ അകത്ത് കയറിയിട്ട് വീണ്ടും ഈ ഡെമോ ക്ലാസ് മലയാളം സെലക്ട് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത് ക്ലാസ്സാണ് ചൂസ് ചെയ്യുക. 21ൻ്റെ ക്ലാസ്സുകളാണ്. ഡാവിഞ്ചി റിസോൾവ് 21 ആണെങ്കിൽ 21ൻ്റെ ഫീസ് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഓക്കെ അല്ലേ. ഇതിൻ്റെ അകത്ത് നമുക്ക് 3 ടൈപ്പ് ക്ലാസ്സുകളാണ് വരുന്നത്. ആദ്യത്തെ വെബ്സൈറ്റ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. ഇതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത് വാട്സപ്പ് ത്രൂ ആണ്. ഇനി ഇതിൻ്റെ ഒരു സെമി വേർഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് ക്ലാസ് പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് 5 ലൈവ് ക്ലാസ്സുകൾ വരും. ഓരോ മണിക്കൂറുള്ള 5 ലൈവ് ക്ലാസ്സുകൾ. അത് നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ എഴുതി വെച്ച ശേഷം അതിൻ്റെ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ അല്ലേ. ലൈവ് ക്ലാസ്സുകൾ കേട്ടോ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് കാണാതെ മൊത്തമായിട്ട് ലൈവ് എടുത്തിരുന്നല്ല, അതിൻ്റെ അകത്ത് എവിടെയാണോ ഡൗട്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. പിന്നീട് നമുക്ക് വരുന്ന ലൈവ് ക്ലാസ്സാണ്. അതായത് നമ്മൾ രണ്ടുപേരും മാത്രം ഇരുന്ന് 1 to 1 പഠിക്കുന്ന രീതി. ഈ രീതിയിലാകുമ്പോൾ നമ്മൾ വെബ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ക്രീൻ ഷെയർ ചെയ്താണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് ഒരു ബുക്ക് എടുത്ത് വെച്ച് നോട്ട് ചെയ്ത് പോവുക. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. തിരിച്ചിങ്ങോട്ടും നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഡൗട്ടുകൾ ഇങ്ങോട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാം. നമ്മൾ പറഞ്ഞ് അങ്ങനെ സോഫ്റ്റ് ആയിട്ട് ക്ലാസ്സുകൾ ഇങ്ങനെ നീങ്ങും. അതായിരിക്കും കുറച്ചും കൂടെ ഏറ്റവും ബിഗിനർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ്. ഇനി നമുക്ക് ഫീസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ വെബ്സൈറ്റ് ക്ലാസ് ഫുൾ പാക്ക് ആണെങ്കിൽ 15,000 രൂപ. അത് നിങ്ങൾ 3 മാസം കൊണ്ട് EMI ആയിട്ട് അടയ്ക്കുകയാണെങ്കിൽ 6, 6, 4 എന്നുള്ള രീതിയിൽ ഒരു എക്സ്ട്രാ 1000 രൂപ കൂടെ അടച്ച് 16,000 രൂപ അടയ്ക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 6,000 അടയ്ക്കുന്ന സമയത്ത് എഡിറ്റ് പേജ് കിട്ടും. രണ്ടാമത്തെ 6,000 അടയ്ക്കുന്ന സമയത്ത് കളർ പേജ് ഓർ ഫ്യൂഷൻ കിട്ടും. മൂന്നാമത്തെ പൈസ അടയ്ക്കുന്ന സമയത്ത് ഫുൾ പാക്കേജ് സൈറ്റ് മൊത്തമായിട്ട് ഓണാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്യൂഷൻ വേണ്ടെങ്കിൽ ഇതേപോലെ അടയ്ക്കാം. ഇനി കളർ പേജ് വേണ്ടെങ്കിലും ഇതേപോലെ അടയ്ക്കാം. പിന്നെ സിംഗിൾ ഓരോ ക്ലാസ്സുകൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇതേപോലെ 6,000 എന്നുള്ള രീതിയിൽ മേടിച്ച് പഠിക്കാം. ഓക്കെ, അതൊരു സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷൻ ഞാൻ പറഞ്ഞ പോലെ സെമി മോഡിൻ്റെ അകത്ത് 5 ഡൗട്ട് ക്ലിയറിംഗ് ലൈവ് ക്ലാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 20,000 രൂപയാണ് അടയ്ക്കേണ്ടത്. അത് നിങ്ങൾക്ക് 3 തവണകളായിട്ട് അടയ്ക്കാം. ഓക്കെ, ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈവ് ക്ലാസ് 1 to 1 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രണ്ടുപേരും ഇരുന്ന് ഡൗട്ടുകൾ പറഞ്ഞ് ക്ലിയർ ആക്കി പഠിക്കുന്ന രീതിയാണ്. ഇത് നമുക്ക് മൊത്തം പാക്കേജ് വരുന്ന 30,000 രൂപയാണ്. ഈ ഒരു പാക്കേജാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വെബ്സൈറ്റ്, നമ്മളിപ്പോൾ പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ടല്ലോ 15,000 രൂപയുടെ, അത് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. EMI ആയിട്ട് അടയ്ക്കുകയാണെങ്കിൽ 31,000 രൂപ, 11, 10, 10 എന്നുള്ള രീതിയിൽ അടയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ വിത്തൗട്ട് ഫ്യൂഷൻ ഉണ്ട്. ഫ്യൂഷൻ ഇല്ലാതെ പഠിക്കണമെന്നുണ്ടെങ്കിൽ 20K. ഇനി ഫ്യൂഷൻ മാത്രമായിട്ട് പഠിക്കണമെങ്കിൽ 15K. അപ്പോൾ ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എഡിറ്റിംഗ് മാത്രമായിട്ട് ലൈവില്ല, കളർ പേജ് മാത്രമായിട്ട് ഉണ്ടാവില്ല. കളർ ഗ്രേഡിംഗ് പ്ലസ് എഡിറ്റിംഗ് ആണ് ഒരു പാക്കേജ് വരുന്നത്. അത് നമ്മൾ 20,000 രൂപയാണ്. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് പഠിക്കുക അല്ലേ. അതിനുവേണ്ടി നമുക്ക് 3 ഡെമോ ക്ലാസ്സുകളുണ്ട്. ഒരു എഡിറ്റിങ്ങിൻ്റെ ഉണ്ട്, ഒരു കളർ ഗ്രേഡിംഗ് ഉണ്ട്, ഒരു ഫ്യൂഷൻ ഉണ്ട്. ഈ 3 ഡെമോ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ട്, ഈസി ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. ഒരു പ്രോ എഡിറ്ററായിട്ട് മാറാം. മറ്റുള്ളവരുടെ ഇടയിൽ ഈ ക്യാപ്കട്ടുമായിട്ട് കളിക്കുന്നവരുടെ ഇടയിൽ ഒന്ന് സ്റ്റാറായിട്ട് മാറി നിൽക്കാം, ഒരു വ്യത്യസ്തനായിട്ട് മാറി നിൽക്കാം. അപ്പോൾ ക്യാപ്കട്ട് മോശമാണെന്നല്ല എൻ്റെ അർത്ഥം. ക്യാപ്കട്ടിൽ എപ്പോഴും പ്രീസെറ്റ്സുകളാണ് കിട്ടുക. അത് വെച്ച് ആർക്കും എങ്ങനെയും ചെയ്യാം. ഞാൻ ചെയ്യുന്ന തന്നെ നിങ്ങൾക്കും ചെയ്യാം, നിങ്ങൾ ചെയ്യുന്ന തന്നെ ആഫ്രിക്കക്കാരനോ അമേരിക്കക്കാരനോ ചെയ്യാം. എല്ലാം ഒരുപോലെ ഉണ്ടാവും. അതായത് ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ഉണ്ടാവും എല്ലാ എഡിറ്റിങ്ങും. അതിൽ കാര്യമില്ല. നമ്മളെപ്പോഴും വ്യത്യസ്തനായി നിന്നാൽ മാത്രമേ നമുക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്നാൽ ഇപ്പോൾ ക്ലാസ്സുകൾ താഴെ 3 എണ്ണമായിട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാം കേട്ടോ.